2024 T20 വേൾഡ് കപ്പ് ഫൈനൽ ലാസ്റ്റ് ഓവർ ചെയ്യുന്നത് ഹാർദിക് പാണ്ഡ്യ. അപ്പം ആദ്യമായിട്ട് കപ്പടിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആ ഒരു ഓവറിൽ വേണ്ടിയിരുന്ന 16 റൺസായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഒരു ബോളിൽ ഒരു സൂപ്പർ ക്യാച്ച് എടുത്തുകൊണ്ട് സൂര്യകുമാർ യാദവ് അവരുടെ വിജയം തടുത്തു നിർത്തി. അതായത് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഡേവിഡ് മില്ലറുടെ ക്യാച്ചായിരുന്നു സൂര്യകുമാർ യാദവ് എടുത്തത്. അപ്പം 2024 അവിടെ കൊണ്ട് ആ ഒരു ക്യാച്ച് കൊണ്ട് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഡിഫൈൻ ചെയ്തൊരു മനുഷ്യനാണ് സൂര്യകുമാർ യാദവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇന്ത്യൻ ടീമിന്റെ T20 ടീമിന്റെ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് ഒരു ബൈലാറ്ററൽ സീരീസ് പോലും തോറ്റിട്ടില്ല എന്നൊരു റെക്കോർഡ് കൂടി നേടി. അതിനുശേഷം നടന്ന ഏഷ്യ കപ്പ്, പിന്നെ നടന്ന 2020 വേൾഡ് കപ്പ്, ഇതിലെല്ലാം ഇന്ത്യൻ ടീമിനെ ചാമ്പ്യന്മാരാക്കി. ഇതാണ് സൂര്യകുമാർ യാദവ് എന്നൊരു ക്യാപ്റ്റന്റെ ഒരു വൺ സൈഡ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പുള്ളി ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബാറ്റിംഗ് റെക്കോർഡ് വളരെ വളരെ ദയനീയമായ രീതിയിൽ താഴേക്ക് ഒരു ഗ്രാഫ് താഴേക്ക് വരികയായിരുന്നു. 46 സംതിങ് ഉണ്ടായിരുന്ന റെഗുലർ ആവറേജ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത പിന്നെ അതൊരു 26 സംതിങ് ആയിട്ട് ഡിപ്പായി. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ മാച്ചുകൾ ജയിച്ചുകൊണ്ടേയിരുന്നു. സൂര്യകുമാർ യാദവും ഇടയ്ക്കൊക്കെ ഫോമിന്റെ ആ ഒരു നിഴലുകൾ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പം എന്തു തന്നെയാണെങ്കിലും ഇന്ത്യൻ ടീം കളികൾ ജയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഉള്ള ആ ഒരു മൊമെന്റം ഉള്ളതുകൊണ്ട് തന്നെ BCCIയോ അല്ലെങ്കിൽ ആരാധകരോ ഇതൊന്നും അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. അവസാനം പുള്ളിയുടെ ഈ ഒരു ഫോം ഔട്ടിന്റെ സമയത്ത് തന്നെ ഈ ലാസ്റ്റ് വേൾഡ് കപ്പ് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. അപ്പം ജയിച്ചു കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ വന്നത് നമ്മുടെ IPL ആണ്. IPL സൂര്യകുമാർ യാദവിന്റെ റെഗുലർ ടീമായ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പുള്ളി കളിക്കാൻ ഇറങ്ങിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമായില്ല. പുള്ളിയെ കൊണ്ട് ബാറ്റ് കൊണ്ട് അങ്ങനെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ഇന്നിങ്സ് കളിക്കാനായിട്ട് പുള്ളിക്ക് ഈ ഒരു സീസണിൽ കഴിഞ്ഞില്ല. ഇടയ്ക്ക് പരിക്ക് മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. പ്രായമാണ് കയറിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് ഇപ്പം വയസ്സ് 35 അപ്പം ഇതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലം ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത് അഗാർക്കർ നയിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി ഗംഭീരമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിസ്കഷന് ശേഷം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി അതിനോടൊപ്പം ഒരു ഇന്ത്യൻ ടീമിലെ പ്ലെയർ എന്നുള്ള ഒരു ലേബലും പോയിരിക്കുന്നു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുപോലൊരു മേജർ ടൂർണമെന്റിന്റെ ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റന് സാക്ക് ചെയ്യുന്നു. അതും പ്ലേയിങ് ഇലവനിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുന്നു. അങ്ങനെ ഒരു അത്യപൂർവമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരാഴ്ച സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് പുള്ളി പറഞ്ഞിരുന്നു, പുള്ളിക്ക് ഒരു സ്റ്റാർ കൾച്ചറിലല്ല താല്പര്യം, പുള്ളിക്ക് ഒരു ടീം എന്ന രീതിയിൽ പുള്ളിക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടണം. അതിപ്പം ആരാണെങ്കിലും പുള്ളി അതിനെ ചോദ്യം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു റിസൾട്ടിന് വേണ്ടി പുള്ളി ഏതറ്റം വരെ പോകും എന്നൊരു സൂചനയായിരുന്നു പുള്ളി നമ്മുടെ കോച്ചിങ് പൊസിഷൻ ഏറ്റെടുത്ത സമയത്ത് ഇന്റർവ്യൂവിലൊക്കെ കൊടുത്തത്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് കുറെ നാളുകളായി അല്ലെങ്കിൽ കാലങ്ങളോളം സ്റ്റാർസിനെ ചുറ്റിപ്പറ്റി നടന്ന ഒരു ക്രിക്കറ്റിംഗ് ജേർണി ആയിരുന്നു. അതായത് നമുക്ക് എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു ടീമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് രോഹിത് ശർമ്മ, കോഹ്ലി, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഈ രോഹിത് ശർമ്മ, കോഹ്ലി ഒക്കെ തന്നെ ആയിരിക്കും ഗംഭീറിന് തൊടാൻ പറ്റാത്തൊരു ലാസ്റ്റ് ജനറേഷൻ എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാരണം BCCI വളർത്തിക്കൊണ്ട് വരുന്ന പോസ്റ്റർ ബോയ് ശുഭ്മാൻ ഗില്ല്. അപ്പം പുള്ളിക്ക് നമുക്കറിയാം T20 വേൾഡ് കപ്പിന് മുന്നേ നടന്ന പരമ്പരകളിലൊക്കെ അവസരം കൊടുത്തു. പുള്ളി പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ല. അപ്പം അവരവിടെ ഒരു ബ്രേവ് കോൾ തന്നെ എടുക്കേണ്ടി വന്നു. ODI ടീമിന്റെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ആനുകൂല്യം പോലും ഗില്ലിന് അവിടെ ലഭിച്ചില്ല. ഗില്ലിനെ അവർ പരിക്കിന്റെ കാരണം പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല ചെയ്തത്, ഒഴിവാക്കി എന്ന ക്ലിയർ സൂചന നൽകിക്കൊണ്ട് സഞ്ജുവിനെ കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് അവിടെ ഒരു ബ്രേവ് കോൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന ഒരു സൂചനയുണ്ട്. അതായത് ഇനിയത്തെ കാലഘട്ടത്തിൽ ടീമിൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി കൂടുതൽ ചാൻസ് കിട്ടത്തില്ല എന്നൊരു വ്യക്തമായിട്ടൊരു സൂചന. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഏത് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്ന കുറച്ച് താരങ്ങൾ, അതായത് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, ഇവരൊക്കെ എന്ത് പെർഫോമൻസിന്റെ ബേസിസിലാണ് വീണ്ടും ടീമിൽ ഇടം നേടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയാകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒക്കെ ആ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ടീം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ കരുതാനായിട്ട്. അതായത് ഇപ്പം IPLന്റെ ഓരോ സീസൺ കഴിയുമ്പോഴും പ്രതിഭകൾക്ക് ഒരു പഞ്ഞും ഇല്ലാണ്ട് വരുന്നു. ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ ഒരു താരോദയമാണ് വൈഭവ് സൂര്യവംശി. അപ്പം അതുപോലെ നിരവധി താരങ്ങളാണ് അവരുടെ ചാൻസ് നോക്കി പുറത്തു നിൽക്കുന്നത്. ഇപ്പം ഇന്ത്യൻ T20 ടീമിന് ഒരു 3-4 ടീം ഇട്ടാൽ പോലും ഒരേ സമയത്ത് കളിക്കാനായിട്ട് കളിക്കാർ ഇഷ്ടംപോലെ റെഡിയാണ്. അതും നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇലവനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രതിഭയുടെ ധാരാളത്തെ അനുഭവിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും സ്ഥാനം സേഫ് അല്ല. ഇപ്പം നമ്മുടെ സഞ്ജുവിന്റെ കാര്യം പറഞ്ഞാൽ പോലും പുള്ളി വേൾഡ് കപ്പിൽ ഇത്രയും നല്ല ഇന്നിങ്സുകൾ കളിച്ച് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ഫോമിൽ തന്നെ കയറി വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പം അടുപ്പിച്ചൊരു 2-3 ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കും
രക്ഷ ഉണ്ടാകാനുള്ള ചാൻസസ് തീരെ കുറവാണ്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു എല്ലാ പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം മുന്നിലേക്ക് നോക്കുമ്പോൾ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റനായ അല്ലെങ്കിൽ ദീർഘനാളായിട്ട് നല്ല മികച്ച പ്രകടനം നടത്തിയ ഒരു ക്യാപ്റ്റനെ ചുമ്മാതെ അങ്ങനെ ഒഴിവാക്കുന്നത് ഒരു ശരികേടുണ്ട് അവിടെ, ഒരു നീതികേടുണ്ട് അവിടെ. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പുള്ളി ഫോം തെളിയിച്ച്, പുള്ളിക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കിട്ടിയെങ്കിൽ ഫോം തെളിയിച്ച് തിരിച്ചു വന്ന് പുള്ളിക്ക് റിട്ടയർ ആകാനുള്ള ഒരു മത്സരം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ നിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.